എൻ്റെ ഡോക്ടറെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഇതിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കത്രി അകത്ത് പോകുന്ന ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ ഇത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഗ്ലൗസ് പോയിട്ടുണ്ട്, പിന്നെ സൂചി പോയിട്ടുണ്ട്, നൂല് പോയിട്ടുണ്ട്, എന്തോരം സാധനങ്ങൾ അകത്ത് പോയിട്ടുണ്ട്. എൻ്റെ ഡോക്ടറെ ഇങ്ങനെ പേടിക്കല്ലേ. ഏറി വന്ന ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ. ഡോക്ടറെ ഡോക്ടറെ അതങ്ങ് ചെയ്താൽ മതി. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാൻ വിളിക്കാം. പേഷ്യൻ്റ് ഉണ്ട്, പേഷ്യൻ്റ്. എന്താ പേര്? പേര് കോയാന്നാണ്. കോയ. വയസ്സെത്ര? വയസ്സ് 68. എന്താ പ്രശ്നം? എന്റെ പ്രശ്നങ്ങളും നിന്നെ കണ്ടിട്ട് മനസ്സിലാവില്ല നിങ്ങൾക്ക് സാറേ. നിങ്ങളെ കണ്ടിട്ട് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നണില്ലല്ലോ. അപ്പൊ അതിന്റെ കഥ ഞങ്ങളോട് പറഞ്ഞുതരാം. എന്റെ ഈ കഴുത്ത് ഈ വശത്തേക്ക്, എന്റെ വലത് വശത്തേക്ക് ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ പെടല് തിരിക്കാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഓർത്തോ ഡോക്ടറിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ? കണ്ട് മരുന്ന് തന്നിട്ട് മരുന്ന് തന്നില്ലേ? മരുന്ന് തരികയും ചെയ്ത് ഞാൻ കഴിക്കുകയും ചെയ്തു. കഴിച്ചില്ലേ? പിന്നെയുള്ള പ്രശ്നമാണ് നിങ്ങൾ കേൾക്കണ്ടത്. ഗുളിക കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഈ അടങ്ങറൊക്കെ ഉണ്ടായത്. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് വിളിച്ച് ഇവിടെ വന്നപ്പോ മൂപ്പര് ഇപ്പൊ ഒന്നും ഇല്ലാത്ത ദിവസം ഇവിടുത്തെ ഓർത്തോ ഡോക്ടറെ ഇവിടെ ഇപ്പൊ ഒന്നും ഇല്ലാത്ര. മൂപ്പര് ഇവിടെ ഇല്ല എന്നുള്ളത് ഞാനിട്ട് ഓർത്തുമില്ല. ഓർത്തോ ഡോക്ടർ ഇവിടെ ഇല്ല? ഇല്ല, ഇപ്പൊ ഒന്നും ഇല്ല അവിടെ. ഞാനത് ഓർത്തില്ല. ഓർത്തോ ഡോക്ടർ വീട്ടിൽ നിന്ന് എന്തോ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ ആള് നാളെ വരത്തുള്ളൂ കേട്ടോ. വെറുതെ മൂപ്പരുടെ ഇതിന്റെ മുമ്പിൽ ഓർത്തോന്ന് എഴുതി വെച്ചേക്കണ്. നമ്മളൊക്കെ ഓർത്തോട്ടെ വെച്ചിട്ടാവും. ഈ ഓർത്തോ ഡോക്ടറെ അന്ന് കണ്ടപ്പോ എക്സ്റേ എടുത്തായിരുന്നോ? എക്സ്റേ ഉണ്ടോ? അത് വല്ലതും ഉണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്റേ ഇവിടെ ഇല്ല. ഇവിടുത്തെ മ്യൂസിയം എന്താ ലിവറും ഒന്നുമില്ല പുറത്തുനിന്ന് എടുത്തോണ്ടെന്ന് ഞാന്. ഇവിടുത്തെ ലിവർ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ മ്യൂസിയന്റെ ലിവറിന്റെ കഥ കേൾക്കാനല്ല ഞാൻ വന്ന്. എന്റെ ഈ കഴുത്തിന്റെ കാര്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേ. എന്നാ ഓർത്തോ ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ കഴിച്ചോ? മരുന്നൊക്കെ കഴിച്ചപ്പോ അത് കഴിച്ചപ്പോ സകലം നീര് വരികയാണ് ചെയ്തത്. കഴിച്ച മരുന്ന് കയ്യിലുണ്ടോ? കഴിച്ച മരുന്ന് എങ്ങനെ കയ്യിലുണ്ടാവുക? അതല്ലടോ, ഈ ഡോക്ടർ എഴുതുന്ന അതിന്റെ തുണ്ടോ അതിന്റെ ഗുളിക? അതുണ്ട്, ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങെടുക്ക്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ആയത്? ഞാനിക്ക് കുറച്ച് ആടും കോഴിയൊക്കെ ഉള്ളതാണ്. ഞാൻ ഈ ആട് കയറ് പൊട്ടിച്ച് അങ്ങോട്ട് ഓരോ ഓട്ടോ ഓടിയപ്പോ അതിന്റെ കയറ് പിടിച്ചൊരു വലിക്കല് ഒരു വെട്ടിന്റെ കയത്ത് അങ്ങോട്ട് തിരിഞ്ഞ് സാറേ. ഈ വലത് വശത്തേക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റാത്തത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച്. ഇതിപ്പോ ജെന്റോമൈസിനാണ്. ഇത് നിങ്ങളുടെ ഈ ഇതിനെ വയ്യായിക്ക് അത് എഴുതിയിട്ടുണ്ട്. ഇതങ്ങ് കഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോ കഴിക്കാനൊന്നും ഇനി പറ്റില്ല. ഈ മരുന്ന് മാറിപ്പോയിണ്ടെന്നാണ് എന്റെ ബലമായ സംശയം സാറേ. അതെ, ഇതിപ്പോ ഇത് ഒരു ഡോക്ടർ എഴുതുന്ന മരുന്നാണ്. നിങ്ങൾ അതിനാണ് ഈ കുറ്റപ്പെടുത്തണേ. അല്ല, ഇപ്പൊ ഇക്ക അസുഖം ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടെന്താ ഈ മരുന്നിന് കുഴപ്പമുണ്ടെന്നോ? മരുന്ന് കുഴപ്പമുണ്ട്, അതിനല്ലേ ഇപ്പൊ ഞാൻ വന്ന് പറയണ നിങ്ങളുടെ അടുത്ത്. അതെ, ഈ മരുന്ന് എവിടെന്നാ വന്നതെന്നറിയോ? നിങ്ങൾ ആരെന്നെ കുറ്റപ്പെടുത്തണെന്നറിയോ? ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്റെ അസുഖം പറഞ്ഞല്ലേ. അതല്ല, നിങ്ങൾ അറിയണം. കോവിഡ് വന്ന സമയത്ത് 15 ലക്ഷം ലിറ്റർ, എത്ര? 15 ലക്ഷം ലിറ്റർ സാനിറ്റൈസർ ഉൽപ്പാദിപ്പിച്ച് 100 കോടി രൂപ സർക്കാരിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന മഹാസ്ഥാപനത്തിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. കുറ്റപ്പെടുത്തുന്ന എന്റെ വയ്യായികയാണ് ഞാൻ പറഞ്ഞത്. അതൊന്നുമല്ല. ഇതിപ്പോ ഈ മരുന്നിന് ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ ഗോവയിൽ നിന്ന് കുറച്ച് മരുന്നുകൾ വരുന്നുണ്ട്. അതിലുള്ള ഏതെങ്കിലും ആണോ ഇതിന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോ ഈ മരുന്നിന്റെ കഥ അറിയാൻ ഞാൻ ഇപ്പൊ ഗോവ വരെ പോണോ? നിങ്ങൾ കാര്യം ചെയ്യേ, ഇത് ഈ ബാക്കി മെഡിസിൻസ് കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് മാറിയില്ലെങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കാം. എന്റെ സാരഥിക്ക് കഴിക്കാൻ പറ്റൂല, അത് കഴിച്ചക്ക് വയ്യാണ്ടാവുകയാണെന്ന്. എന്താ പറഞ്ഞാ മനസ്സിലാവാ? നിങ്ങൾക്ക് ഈ മരുന്നിനെതിരൊക്കെ പരാതി ഉണ്ട്. ഞാൻ ഇവിടെ അതിന് പരാതി തരും. രേഖാമൂലം പരാതി എഴുതി. രേഖാമൂലം നിങ്ങൾ എഴുതിക്കോളി. ഞാൻ എഴുതൂല. നിങ്ങൾ പരാതി എഴുതി ഈ മെഡിസിൻസും ബാക്കി അതിന്റെ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഞാനിത് ഇവിടുത്തെ ലാബിലോട്ട് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് എന്താന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ പരാതിയായിട്ട് വരാം. അല്ല, അപ്പൊ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോടികൾ കിട്ടിയിട്ടുള്ള കമ്പനി അയച്ചിട്ട് ഞാൻ ഇത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊന്നും എന്നോട് പറയാനില്ലല്ലോ. അല്ല, ഞാൻ തിരിഞ്ഞു നടക്കുമ്പോ വിളിച്ചൊന്നും സംസാരിക്കരുത്. തിരിയാൻ വയ്യാട്ടോ, അതുകൊണ്ടാണ്. എന്നാ ശരി. അല്ലാ, എന്താ ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം? ഹലോ ഹലോ. അപ്പൊ നിങ്ങളോടല്ലേ ഞാൻ? ഹലോ, ഇപ്പൊ കേക്കാവോ? ശരി.
ഇടങ്ങാറാട്ടെ. ഇല്ല ഇന്ന് വൈകിട്ട് നടക്കില്ല. ആളെ ഇടങ്ങാറാക്കാൻ വേണ്ടി. ആ നാളെ ആക്കാം. ഓ ആ ശരി. ഓക്കെ ഡോക്ടർ. അയ്യോ കാലൂന്നാൻ പറ്റില്ല. അയ്യോ സാറേ അയ്യോ. എന്തേ എന്താ ചെരുപ്പെടുത്ത് മാറ്റുക? കാലിറക്കി നോക്കി. എന്താ ഡോക്ടർ അപ്പുറത്താണ്, കാല് താഴ്ത്തു വെക്ക്. കാലിങ്ങനെ താഴ്ത്തു വെക്കുമ്പോഴേ ചുളിന്ന് കുത്ത മുകളിലേക്ക് കയറ്റി വെക്കുമ്പോ ഒരു സമാധാനം. ഇത് മരുന്ന് കൊടുക്കുന്ന സ്ഥലം, നിങ്ങൾ ഡോക്ടറൊക്കെ ആണ്. അല്ല ഞാൻ മരുന്ന് വാങ്ങാനാണോ? എന്നാ ചീട്ട് കൊണ്ടാ. ഇത് 3 ദിവസം മുമ്പ് വന്നപ്പോ എഴുതിയ ഗുളിക കേട്ടോ. ഈ ഗുളിക വേണ്ട, വേറെ ഗുളിക വേണം. അതിന് വന്ന. അല്ല ഇത് മരുന്ന് തന്നിട്ടുണ്ടല്ലോ. അതെ ഡേറ്റ് ആയില്ലല്ലോ. അതല്ല ഈ ഗുളിക ശരിയല്ല. അത് ഞാനേ കാലിലൊരു ആണി കയറിയിട്ട് ഒരു ചെറിയ പഴുപ്പായപ്പോ ഇവിടെ വന്നതാണ്. ടീറ്റി അടിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കമ്പൗണ്ടർ അത് ഇങ്ങോട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞി വെച്ച് ഇങ്ങോട്ട് തിരികെ ഒരു ഓട്ടയാക്കിയിട്ട് അതിൽ മരുന്ന് വെച്ച് കെട്ടി. ഡോക്ടർ എന്നിട്ട് ഈ മരുന്ന് എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാനാ പറഞ്ഞത്. പക്ഷെ ഇതിലിട്ട് ആ ഗുളിക കഴിച്ചിട്ട് ഇന്നിപ്പോ 3 ദിവസമല്ലേ ഉള്ളൂ. എന്റെ കാല് കുത്തി പഴുത്തിട്ട് ചപ്പാത്തി വട്ടത്തിലായി. ഇപ്പൊ താഴെ തൂന്നാൻ പറ്റുന്നില്ല. അതെ ഒച്ചെടുക്കണ്ട. നിങ്ങളൊരു പണി ഡോക്ടറെ കണ്ട് പറ. അപ്പൊ ഡോക്ടർ വേറെ എന്തെങ്കിലും സംവിധാനം എഴുതി തരും. അപ്പൊ ഞാനത് തരാം. അത് മറ്റേ കാലും നീര് വന്നു സാറേ. അതെ ഈ കാലിനല്ലേ മുറി. ആ ഗുളിക കഴിച്ചപ്പോ ഈ കാലിന് നീര്. അല്ല നീ ഗുളികക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിച്ചാണ്ടല്ലോ വയറിങ്ങനെ സ്തംഭിച്ചു വന്നിട്ട് ഒരു എരിപിരി സഞ്ചാരം, പിന്നെ ഉറക്കൂല്ല. അതെ നിങ്ങൾ ഉറക്കില്ലെങ്കിൽ ഉറക്ക ഗുളിക എഴുതി തരും ഡോക്ടർ. പറഞ്ഞാ മതി. ഇത് അമോക്സിലിനാണ്. ഇത് ഈ പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് കഴിച്ചാലേ അത് ഭേദമാകുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളത് മുഴുവനായിട്ട് കഴിച്ചോ. ഞാൻ കഴിക്കില്ല. ആ ഗുളികക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ സാറേ? എനിക്കൊരു സംശയം. എന്തേ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനല? നിങ്ങൾക്ക് എന്താ തലക്ക് വെളിവില്ല? ഭ്രാന്ത് പറയണേണ. ഇത് സർക്കാർ അംഗീകൃത ഗുളികയാണ് നമ്മൾ തരണത്, അല്ല നമ്മൾ മേടിച്ചുണ്ടെന്ന് വെക്കണല്ല. നിങ്ങളെ ഡോക്ടറെ കാണിച്ചല്ലേ. അതൊരു കാര്യം, ഡോക്ടറെ കാണിക്കാതെ ഇതേ മരുന്ന് വേറെ കമ്പനിയുടെ നല്ലതുണ്ടാവില്ല, അത് തരുമോ? ചേട്ടാ എനിക്ക് അങ്ങനെ തരാനൊക്കില്ല. ഡോക്ടറെ എഴുതുന്ന ഗുളികളെ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഡോക്ടറെ കാണിച്ചല്ലേ. ഡോക്ടറെ ഞാൻ കാണുന്നില്ല. ഇതാണ് മാറ്റം. ഞാനേ വേറെ ഡോക്ടറെ കാണാൻ പറ്റുമോ? ശരിയാക്കി മനുഷ്യനെ. എന്തൊരു ഭ്രാന്താണ് ഇതൊക്കെ. ഗുളിക വേറെ കൊടുക്കാൻ. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ പിന്നെ ആശുപത്രി. നമ്മളെ പരിശോധിച്ചാൽ ഒരു 90% ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാ. അയ്യേ, ശതമാനമല്ലേ സാഗുന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സമയം കളയാതെ മരുന്നിന്റെ പേര് പറയും. എന്നാലേ ആശുപത്രി കോഡ് ആദ്യം എഴുതിക്കോ. പറ. 9615. ഓ എന്റെ അമ്മ. 9615 മരുന്ന്. ആംബിസിലിൻ. കണ്ടന്റ് കുറഞ്ഞ മരുന്ന് അമിറ്റസിൻ. എന്തെന്ന്? കണ്ടന്റ് കുറഞ്ഞ മരുന്ന് അമിറ്റസിൻ. അത് വേറെ രജിസ്റ്ററിലല്ലേ? ചായ കുടിച്ചിട്ട് എഴുതാം. ചായ കുടിക്കല ഇപ്പൊ മെയിൻ. ചായയും പഴംപൊരി നട്ടാ പിന്നെ കഴിക്കാൻ പറ്റൂല. ഇത് പിന്നെ എഴുതിക്കൂടെ? ഇത് ഇവിടെ അല്ലേ? ഇങ്ങോട്ട് പോകണ്ടോ? കറക്റ്റാ. പഴംപൊരി തണുത്താ കൊള്ളില്ല. ചായ കൊള്ളൂല. നല്ല ഗുണനിലവാരമുണ്ട്. അടിപൊളി. ഇങ്ങനെ ആക്കം പോലെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ സ്ഥാപനം തന്നെ ഇത്. അതെ, ആ ടെസ്റ്റുകളുടെ റിസൾട്ട് ഒക്കെ എത്രയും പെട്ടെന്ന് അയക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ ചായ കുടിച്ചിരുന്നാ മതിയോ? ചെയ്യുന്നുണ്ട് സാർ. ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. മരുന്നിന്റെ കാര്യമാണ്. ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ? എന്റെ ഫോണിൽ നിന്ന് വിളിയോട് വിളി. ഭരണപക്ഷക്കാര്, പ്രതിപക്ഷക്കാര്, പിന്നെ ആരോഗ്യ വകുപ്പ് എത്ര സംഘടനകളുണ്ടോ അത്ര സംഘടനകളും വിളി. ഞാൻ അവസാനം എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. സാറിന് പറഞ്ഞൂടെ ഇവിടെ സ്റ്റാഫ് കുറവാണെന്ന്? സ്റ്റാഫ് കുറവാണെന്നുള്ള കാര്യം അവർക്കും അറിയാലോ. പിന്നെ അത് പറഞ്ഞിട്ടെന്ത് കാര്യം? അതാ. പെട്ടെന്ന് ചെയ്യട്ടാ. ഈ പഴംപൊരി ഇനി ഉണ്ടോ? കടിച്ചതാ. അല്ല, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. അതും